ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. നമ്മൾ 39 ശ്ലോകങ്ങൾ കണ്ടു. 39ാമത്തെ ശ്ലോകത്തിൽ ഭഗവത്പാദർ പറഞ്ഞു വെച്ചു. അതായത് 39ാമത്തെ ശ്ലോകത്തിൻ്റെ താല്പര്യം കാലാഗ്നി രുദ്രനാൽ ദഹിപ്പിക്കപ്പെട്ട ബ്രഹ്മാണ്ഡമണ്ഡലത്തിൻ്റെ പുനരുജ്ജീവന ഔഷധി നിന്തിരുവടിയുടെ കടാക്ഷമാകുന്നു, ഭഗവതിയുടെ കടാക്ഷമാകുന്നു എന്ന് ആണ് ആ സ്തുതി. നമ്മൾക്ക് 40ാമത്തെ ശ്ലോകം ചൊല്ലാം. തടിത്വന്തം ശക്ത്യാ തിമിരപരിപന്ഥി സ്ഫുരണയാ സ്ഫുരന്നാനാരത്നാഭരണപരിണത്യേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമഭിമണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം. പദച്ഛേദം ചെയ്യാം. തടിത്വന്തം ശക്ത്യാ തിമിരപരിപന്ഥി സ്ഫുരണയാ സ്ഫുരൻ നാനാരത്നാഭരണ പരിണത് ഇന്ദ്രധനുഷം തവ ശ്യാമം മേഘം കം അപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിര തപ്തം ത്രിഭുവനം. പദാർത്ഥം പറയാം. തവ ഭഗവതി നിന്തിരുവടിയുടെ മണിപൂരൈക ശരണം മണിപൂര ചക്രമാകുന്ന മുഖ്യവാസസ്ഥാനത്തോടു കൂടിയതും, നമ്മൾ 6 ചക്രങ്ങളെ മുമ്പ് കണ്ടതാണ്. തിമിരപരിപന്ഥി സ്ഫുരണയ തമിശ്രലോകമായ മണിപൂര ചക്രത്തിലെ അന്ധകാരത്തെ നശിപ്പിക്കുന്ന പ്രകാശത്തോടു കൂടിയ, മണിപൂര ചക്രത്തിലെ പ്രകാശത്തോടു കൂടിയ, എന്താണ്? അന്ധകാരത്തെ നശിപ്പിക്കുന്ന പ്രകാശത്തോടു കൂടിയ ശക്തിയാ. തടിരൂപശക്തിയാൽ തടിത്വന്തം മിന്നൽ പിണരോട് കൂടിയതും സ്ഫുരൻ നാനാരത്നാഭരണ പരിണ ഇന്ദ്രധനുഷം ശോഭിക്കുന്നവയായ പലവിധ രത്നാഭരണങ്ങളാൽ നിർമ്മിതമായ ഇന്ദ്രധനുഷം പറഞ്ഞ മഴവില്ലിനോട് കൂടിയതും ശ്യാമവർണ്ണത്തോടു കൂടിയതും ഹരമിഹിരതപ്തം സംഹാര രുദ്രരൂപിയായ കൽപ്പാന്ത സൂര്യനാൽ, സൂര്യൻ്റെ താപത്തെ പറ്റിയാണ് പറയുന്നത്, അങ്ങനെ ദഹിപ്പിക്കപ്പെട്ട ത്രിഭുവനം 3 ലോകങ്ങളെയും ദഹിപ്പിക്കപ്പെട്ടു ആ കാലാഗ്നിയിൽ. അതിനുശേഷം വർഷന്തം വർഷിക്കുന്നതും കമപി അനിർവാജ്യവുമായ മേഘത്തെ നിഷേവേ ഞാൻ നല്ലവണ്ണം സേവിക്കുന്നു. അതിനുശേഷം മേഘമായി വന്ന് മഴയായി പൊഴിഞ്ഞ് കുളിരായി വർഷിച്ച് പിന്നെയും പുനരുജ്ജീവൻ ഔഷധിയായി ഭവിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. സാരം പറയാം. ഇവിടെ അനാഹത ചക്രത്തിൻ്റെ ഉപരിഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ്റെ കിരണങ്ങൾ സ്വാധിഷ്ഠാന അഗ്നിയിൽ സംവലിതങ്ങളായിട്ട് മണിപൂരത്തിൽ പ്രവേശിച്ച് ജലരൂപത്തെ പ്രാപിക്കുന്നു എന്ന്. ആ ജലം കൊണ്ട് സ്വാധിഷ്ഠാന അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടതായ ലോകത്തെ, അതായത് ത്രിഭുവനം പറഞ്ഞല്ലോ, 3 ലോകത്തെയും ദഹിപ്പിച്ചു. അതിനുശേഷം
വർഷമായി ജലരൂപത്തിൽ വർഷമായിട്ട് പെയ്തിറങ്ങി ജലം കൊണ്ട് സ്വാധിഷ്ഠാനാഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടതായ ലോകത്തെ നനച്ച് പ്ലാവനം ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. സാരം പറയാം. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ മണിപൂര ചക്രമാകുന്ന മുഖ്യ വാസസ്ഥാനത്തോടു കൂടിയതും തമിശ്രലോകമാകുന്ന മണിപൂര ചക്രത്തിലെ ഇരുട്ടിനെ നശിപ്പിക്കുന്ന പ്രകാശത്തോടു കൂടിയതും, തമസ് എന്ന് പറഞ്ഞ ഇരുട്ട്, ശക്തിയാകുന്ന മിന്നൽ പിണരോടു കൂടിയതും പ്രകാശമാനങ്ങളായ പലവിധ രത്നാഭരണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായ ഇന്ദ്രചാപത്തോടു കൂടിയതും മഴവില്ല്, ശ്യാമളവർണ്ണമുള്ളതും സംഹാരരുദ്രനാകുന്ന ആദിത്യനാൽ ദഹിപ്പിക്കപ്പെട്ട ലോകത്രയത്തെ വർഷിച്ച്, സംഹാരരുദ്രനാകുന്ന ആദിത്യനെ കൊണ്ട് ഈ 3 ലോകങ്ങളും ദഹിപ്പിക്കപ്പെട്ടു. വീണ്ടും ബ്രഹ്മാണ്ടം വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. ലോകത്രയത്തെ വർഷിച്ച് കുളിർമയുണ്ടാക്കുന്നതുമായ മേഘരൂപിയായ പരമശിവനെ ഞാൻ വഴിപോലെ സേവിക്കുന്നു. ഇവിടെ നമ്മൾ 36-ാമത്തെ ശ്ലോകം മുതൽ 6 ശ്ലോകങ്ങൾ പരമശിവനെ, അതായത് ഭഗവതിയുടെ പതിയായ പരമശിവനെ പറ്റിയാണ് കീർത്തിക്കുന്നത് എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശ്ലോകം വരെയും പരമശിവനെയാണ് കീർത്തിക്കുന്നത്. അങ്ങനെയുള്ള പരമശിവനെ സ്തുതിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. കായേന വാച മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.